ചില കാര്യങ്ങളിൽ മറവി നടിക്കുന്നതാണെന്ന് ഈ പാനലിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ശ്രീ വാസവനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. കാനം പറഞ്ഞത് മാണി ഇല്ലാത്തപ്പോൾ തന്നെയാണ് ഞങ്ങൾ അവിടെ വിജയിച്ചിട്ടുള്ളത് എന്നാണ്. ഒരു നിമിഷം, കോടിയേരി പറഞ്ഞത് ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയില്ല, അവർക്ക് അവിടെ നല്ല സ്വാധീനമാണ്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്, അവിടെ സ്വാധീനമുണ്ട്, ഞങ്ങൾക്ക് ആ വോട്ട് വേണം എന്ന് തന്നെയാണ്. അവിടെ കാതലായൊരു വ്യത്യാസമുണ്ട്. കാനം പറഞ്ഞത് മാണി ഇല്ലാത്ത, ആ വോട്ട് വേണ്ടാത്ത നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു ചരിത്രത്തെയാണ്. നിങ്ങൾ പറയുന്നത് ആ വോട്ടും കിട്ടി വിജയം ഉറപ്പാക്കാനുള്ള ഇപ്പോഴത്തെ സാധ്യതയാണ്. രണ്ടും രണ്ടാണ്. അടുത്ത ഘട്ടത്തിൽ കോടിയേരി അങ്ങനെ കാനത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് കോടിയേരി ആ തള്ളിപ്പറഞ്ഞ കൂട്ടത്തിൽ RSSൻ്റെ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ കാനം അതിനേക്കാൾ വലിയൊരു അടി അടിച്ചത് RSSൻ്റെ വോട്ടും അങ്ങനെയെങ്കിൽ വേണമെന്ന്. മാണി ഒരു വോട്ടായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിരുപദ്രവകരമാണ് ആ രാഷ്ട്രീയമെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. ശരി, RSSൻ്റേതും അങ്ങനെ തന്നെ എന്നൊറ്റ തുലാസിലിട്ടു. അവിടെയും കാനം നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലേക്ക് സഞ്ചരിച്ചു ശ്രീവാസവൻ. ഇപ്പോൾ നിങ്ങൾ കാനത്തിൻ്റെ പിന്നിലുള്ള ഒരു നിലപാടുമായി നിൽക്കുന്നു, കാനത്തിൻ്റെ അതേ വാദഗതികൾ ആവർത്തിച്ച്. കാനത്തിൻ്റെ വാദഗതികൾ അതേപടി ആവർത്തിച്ചല്ല ഞാൻ അഭിപ്രായം പറഞ്ഞത്. നിങ്ങളത് ടിച്ച് ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. RSS BJP ഒഴികെയുള്ള ഏതൊരു വോട്ടും ഞങ്ങൾ ചെങ്ങന്നൂരിൽ സ്വീകരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതേ അഭിപ്രായമാണ് CPIന് അന്നുണ്ടായിരുന്നത്, ഇന്നും ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ പറയുന്നത് ശ്രീ KM മാണിയുടെ വീട്ടുപടിക്കൽ പോയി UDF നേതാക്കന്മാരെല്ലാം കൂടെ യാതനാസ്വരത്തിൽ കേണ് തല്ലിയലിച്ച് നൊരുവിളിച്ച് ഇപ്പോൾ പിന്തുണ വാങ്ങുമ്പോഴും ചെങ്ങന്നൂരുള്ള അനുഭവം, അവിടുത്തെ മഹാഭൂരിപക്ഷം കേരള കോൺഗ്രസിൻ്റെ അനുഭാവികളും വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യത്തോടൊപ്പം മാനസികമായി അടുത്തു കഴിഞ്ഞു, അണിനിരന്ന് കഴിഞ്ഞു. അത്തരൊരു ഘട്ടത്തിൽ കോടിയേരി പറഞ്ഞിടത്തോട്ട് കാര്യങ്ങൾ എത്തി. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. മറ്റ് രണ്ടഭിപ്രായം പറഞ്ഞു, രണ്ട് പാർട്ടി ആയതുകൊണ്ട് രണ്ടഭിപ്രായം വരും, സ്വാഭാവികമല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയം എന്നത് ഈ ചേരി പരിവർത്തനമല്ല, മുന്നണി പരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. അങ്ങനെ ഒരു ആത്മീയ ശുശ്രൂഷയാണ് നിങ്ങളവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നടത്തിയതെന്ന് ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ശ്രീ വാസവൻ ആവർത്തിച്ച് പറയുന്ന ആ പരിഹാസവാക്കിനുള്ള മറുപടി ആദ്യം. ഈ കോട്ടയത്തെ ഈ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ചുവടുമാറ്റം വന്നപ്പോൾ വളരെ വേദനിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി പറയുകയുണ്ടായി, വഞ്ചിച്ചു ഞങ്ങളെ KM മാണി. അപ്പോൾ മാണി സാറെന്ന് പോലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല, KM മാണി വഞ്ചിച്ചു. പിന്നീട് ആ മുറിവ് ഉണങ്ങാത്തതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി പറയുകയും ചെയ്തു, ഇനി ഇങ്ങോട്ട് വരട്ടെ എന്ന് മറ്റൊരു ഘട്ടത്തിൽ. ഇവിടെ വാസവൻ പറയുകയാണ് അതല്ല കണ്ടത്, അവിടെ പോയി അട്ടിപ്പേറ് കിടക്കുകയായിരുന്നു എന്ന്. എന്താണ് ഇത്ര പരാധീനത പാലായോട്? വേണു, വാസവൻ ഇത്രയും നേരം പറഞ്ഞതിന് ഒറ്റ വാചകത്തിൽ ഞാൻ മറുപടി പറയാം. കിട്ടാത്ത മുന്തിരി പുളിക്കും. ശ്രീ വാസവൻ്റെ പാർട്ടി, വാസവൻ്റെ സംസ്ഥാന സെക്രട്ടറി നിരവധി തവണ ശ്രീ KM മാണിയെ കാണുകയും അദ്ദേഹത്തെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയും മുന്നണിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. CPMൻ്റെ പൊതു നിലപാട് അതുതന്നെയായിരുന്നു. പക്ഷേ ശ്രീ KM മാണി സാർ എന്നും ജനാധിപത്യ ചേരിയോടൊപ്പം നിന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ജനാധിപത്യ ചേരിയിൽ കോൺഗ്രസ് പാർട്ടിയോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മുന്നണി വിട്ടു. അദ്ദേഹം മുന്നണി വിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം നടന്നിട്ടുള്ള 2 ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനോടൊപ്പമാണ്, UDFനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ശക്തമായി, നേരത്തെ 2 സ്ഥാനത്തും ലീഗാണ് മത്സരിച്ചതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ പാർട്ടി യോഗം ചേർന്ന് UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആരാണ് ഇത്തരത്തിൽ ആഗ്രഹവുമായി നടന്നിട്ടുള്ളത്? ഞങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്ന ഒരു പാർട്ടി മുന്നണി വിട്ട് കുറേ കാലം സ്വതന്ത്രമായി നിന്നപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചേരൂ എന്നും പറഞ്ഞ് എന്നും പുറകെ നടന്നിട്ടുള്ളത് ആരാണ്? വാസവൻ്റെ പാർട്ടിയാണ്. ഞങ്ങളുടെ മുന്നണിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. അത് ശ്രീ KM മാണി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാലും ശ്രീ ഉമ്മൻചാണ്ടി ഇടപെട്ടാലും രമേശ് ചെന്നിത്തല ഇടപെട്ടാലും ആരായാലും അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നവരെ തീർച്ചയായിട്ടും പരസ്പര സഹകരണത്തോടെ ഇനിഷ്യേറ്റീവ് എടുക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യും. അതിലെന്താ തെറ്റ്? അത് അങ്ങോട്ട് പോയി കണ്ടോ ഇങ്ങോട്ട് പോയി കണ്ടോ എന്നല്ല, ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു വലിപ്പച്ചെറുപ്പമില്ല. UDFിലെ എല്ലാ ഘടകകക്ഷികളെയും ഞങ്ങൾ ഒരേപോലെ കാണുന്നവരാണ്. അല്ലാതെ CPIക്ക് ഒരു അഭിപ്രായവും CPMന് ഒരു അഭിപ്രായവും പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആന്റണി രാജുവിന് മറ്റൊരു അഭിപ്രായവും ഒക്കെ അങ്ങനെയുള്ള ഒരു മുന്നണിയല്ല ഞങ്ങളുടേത്. ആ ഇടത് മുന്നണിയുടെ അഭിപ്രായം എന്താണ് ഇപ്പോഴും പറയുന്നില്ലല്ലോ. ഇപ്പോൾ CPM ഒരു അഭിപ്രായം പറഞ്ഞു, CPI വേറൊരു അഭിപ്രായം പറഞ്ഞു, മുന്നണിയുടെ അഭിപ്രായമായിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ശ്രീ KM മാണി സാർ കുറേ തെറ്റിദ്ധാരണകളുടെ പുറത്തൊക്കെ മുന്നണിയുമായി വിട്ടുപോയി. അദ്ദേഹം മടങ്ങി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായി. അദ്ദേഹം അതുമായി സഹകരിച്ചു. ഇപ്പോൾ അദ്ദേഹം മുന്നണിയിലേക്ക് വന്നില്ലെങ്കിലും ചെങ്ങന്നൂരിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്രീ ജ്യോതികുമാർ, ഇതിൽ എവിടെയാണ് കർണാടകയുടെ ചില തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കുമ്പോൾ
അല്ല, കർണാടകയുടെ റോള് പറഞ്ഞപ്പോൾ ശ്രീ ആന്റണി രാജു എന്തൊക്കെയോ പറയുന്നത് കേട്ടു. കർണാടകയുടെ റോള് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ജനാധിപത്യ ഇവിടെ വർഗീയ ഫാസിസത്തെയും മറ്റ് അക്രമ രാഷ്ട്രീയത്തെയും ഒക്കെ നേരിടണമെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു മുന്നണി ഉണ്ടാകേണ്ടതുണ്ട്, അത് ശക്തിപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി നൽകാൻ ഒരു എം പി ഉള്ള പാർട്ടിയല്ലേ കേരള കോൺഗ്രസ് മാണി. അപ്പോൾ അത്തരത്തിൽ ദേശീയ തലത്തിൽ ഒരു മുന്നണി ഉണ്ടാകേണ്ടത്. ഇനി ചോദിക്കുന്ന അവിടെ രണ്ടുപേരും വേണു ചോദിച്ചല്ലോ, രണ്ടുപേരും CPM-ൻ്റെ മുന്നണിയും LDF-ഉം UDF-ഉം ഒരുപോലെയാണെന്ന്. ഞാനത് ചോദിക്കട്ടെ, കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോകാനുള്ള ദൂരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കർണാടകത്തിലേക്ക്? അങ്ങനെയാണെങ്കിൽ കർണാടകത്തിൽ അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നോക്കൂ. 19 മണ്ഡലങ്ങളിൽ മത്സരിച്ചു, 50,000-ൽ താഴെ വോട്ട് ശതമാനം 0.2. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഓർമ്മയിൽ നിന്നാണെങ്കിൽ 36.2 BJP-ക്ക്. ആ 0.2 അതാണ് CPM-ന് അവിടെ കിട്ടിയ വോട്ടിംഗ് ശതമാനം. 38 കോൺഗ്രസിന്, 17 JDS-ന്. ശ്രീ ജ്യോതി തുടരാം. അതാ ഞാൻ പറഞ്ഞു വന്നത്. കണ്ണൂരിൻ്റെ ബോർഡറിലാണല്ലോ കർണാടക. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് 15 രൂപ 20 രൂപ കൊടുത്താൽ അവിടെ കർണാടകയിലെത്താം. ആ പ്രദേശത്ത് പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നവരാണ് ഇപ്പോൾ പറയുന്നത് ദേശീയ തലത്തിൽ ഞങ്ങൾ എന്തോ വലിയ സംഭവങ്ങൾ സൃഷ്ടിക്കും, മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് മാത്രമേ BJP-യോട്. ഇനി അങ്ങയുടെ നേതാവിനെ പറ്റിയുള്ള പരിഹാസം ശ്രീ വാസവന്റെ, അതിനുള്ള മറുപടി. അവിടെ ഈ അട്ടിപ്പേറ് കിടക്കാൻ പോയ എല്ലാവരെയും ഒരുപോലെയല്ല ഞാനത് അതിനെക്കുറിച്ചൊന്നും വാസവം വേവലാതിപ്പെടേണ്ട. UDF-ന്റെ മുന്നണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിച്ചോളാം. ഞങ്ങളുടെ ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം പരസ്പര സഹകരണത്തോടെ പോകുന്നവരാണ്. ഇവിടെ മാണി വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഏതെല്ലാം വിഷയത്തിലാണ് നിങ്ങളുടെ CPI-യുടെ നേതാവ് കാനൻ രാജേന്ദ്രനും CPM-ന്റെ നേതാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഏതെങ്കിലും ഒരു വിഷയം അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് പറയട്ടെ, അവർ ഇപ്പോൾ അട്ടിപ്പേർ കിടക്കേണ്ടി വരുന്നത് CPM-ന്റെ നേതാക്കൾ CPI-യുടെ കടത്തണ്ണയിലാണ്. CPI പറയുന്നത് കേട്ട് നിന്നാൽ CPM മുന്നണിയിൽ CPI ഉണ്ടാവും. CPI മുന്നണി യഥാർത്ഥത്തിൽ എന്താ സംഭവം അറിയാമോ? ഇടതുപക്ഷ മുന്നണിയിൽ CPM തുടരണമെങ്കിൽ CPI പറയുന്നത് CPM കേൾക്കണം. ആ അവസ്ഥയിലേക്ക് കാനൻ രാജേന്ദ്രൻ എത്തിച്ചിരിക്കുന്നു CPM-നെ. അതിന് എന്നും കീഴ്പ്പെട്ട് കിടക്കുന്നവരാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന നേതാക്കൾ. രാജേന്ദ്രനും പ്രധാനമാണ്. ഒന്ന്, നിങ്ങളുടെ പാർട്ടി ഗത്യന്തരമില്ലാതെ UDF-ലേക്ക് പോവുകയായിരുന്നു. കാരണം മറിച്ചൊരു തീരുമാനമാണ് എങ്കിൽ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് എന്നാണ് ശ്രീ ആന്റണി രാജു ഉപയോഗിച്ച വാക്ക്. അത് സംഭവിക്കുമായിരുന്നു. 2, ഇവിടെ ഈ പറയുന്ന ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രാഷ്ട്രീയ വനവാസമായിരുന്നു. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള നിവൃത്തികേടാണ് ഇന്ന് പ്രകടിപ്പിച്ച ഈ പറയുന്ന ഐക്യപ്രഖ്യാപനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആന്റണി രാജു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹർഷത്തിന് വേണ്ടിയാണ്. എനിക്ക് അതിനോട് പ്രത്യേകിച്ച് വൈരാഗ്യം തോന്നുന്നില്ല, സഹതാപമേ തോന്നുന്നുള്ളൂ. കാരണം ഞങ്ങൾ മുന്നണി വിട്ടു, ഒറ്റയ്ക്ക് നിന്നു, സ്വതന്ത്രമായ നിലപാടിലാണ് നിന്നത്. വേണു തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്വതന്ത്രമായ നിലപാടെടുത്ത് നിന്ന ഈ കാലം അത്രയും ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഡിമാൻഡുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി തന്നെ നിന്നു. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കേരള കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയും ജനപിന്തുണയും ബോധ്യമുള്ളത് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഞങ്ങളെ സമീപിച്ചത്. പക്ഷേ ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടെടുത്താൽ ഞങ്ങൾ ഒരു മുന്നണിയുടെ മുന്നിലും അപേക്ഷയുമായി പോയിട്ടില്ല. അത് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആരുടെയും സൗജന്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഒരു മുന്നണിയുടെ മുന്നിലും അപേക്ഷയുമായി പോയിട്ടില്ല എന്ന്. ആന്റണി രാജു ഒക്കെ 2 വർഷക്കാലത്തിലേറെയായി ഫുട്ബോളിൽ നിൽക്കുകയാണ്. അകത്തെ ഒരു പ്രവേശനം കാത്ത് 2 വർഷത്തിലേറെയായി ഫുട്ബോളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ ഗതികേട് എന്നൊക്കെ പറഞ്ഞാൽ സഹതാപം എന്ന് പറയുകയല്ലാതെ വേറെ നമുക്ക് എന്ത് പറയാൻ കഴിയും? പിന്നെ പാർട്ടി പിളർപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇത് തന്നെ എത്രയോ തവണയായി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് വന്നു, മറ്റു കാര്യങ്ങൾ വന്നു. ഇതിനുശേഷം എല്ലാ ചർച്ചകളിലും നിങ്ങൾ ഈ വേണു അടക്കം മാതൃഭൂമിയുടെ പഴയ ചർച്ചകളുടെ CD എടുത്ത് പരിശോധിച്ചാൽ അറിയാം. എല്ലാ വരുമ്പോൾ പറയും പാർട്ടി വളരുമെന്ന് പറയും. പക്ഷേ ഈ പാർട്ടി വളർന്നില്ല. ഈ പാർട്ടി ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ചിത്രമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്വതന്ത്രമായി നിലപാടെടുത്തതിന് ശേഷം ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗതികേടിന്റെ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളെ സമീപിച്ചു. ഇങ്ങനെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കൾ ഞങ്ങളെ സമീപിച്ചു. അത് ഞങ്ങൾ വിലമതിക്കുന്നു. ഞങ്ങളെ സമീപിച്ചു, ഞങ്ങളുടെ പിന്തുണയെ അഭ്യർത്ഥിച്ചു. പല കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയെ തീരുമാനിച്ചു. അത് ഗതികേട് കൊണ്ടാണ് എന്നൊക്കെ വിലപിക്കുന്നത് സ്വന്തം അവസ്ഥ ഓർത്തുകൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, പുതുശ്ശേരി പറഞ്ഞതിന് മറുപടി പറയാൻ മാത്രം ഒന്നും തന്നെ പുതുശ്ശേരി പറഞ്ഞിട്ടില്ല. ഒന്നാമത്. രണ്ടാമത്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി വിടുമ്പോൾ
അതിനുള്ള ന്യായീകരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. തിരിച്ച് ആ മുന്നണിയിലേക്ക് മടങ്ങുമ്പോൾ അതും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത. കഴിഞ്ഞ 2 വർഷക്കാലം ഈ കോൺഗ്രസും മാണി ഗ്രൂപ്പും തമ്മിൽ പരസ്പരം ഛർദ്ദിച്ചത് മുഴുവൻ ഇന്നലെ പാലായിലെ വീട്ടിലിരുന്ന് നേതാക്കന്മാർ വിഴുങ്ങിയാലും ചെങ്ങന്നൂരിലെയും കേരളത്തിലെയും മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ വിഴുങ്ങുമെന്ന് ആരും ധരിക്കണ്ട. അതാണ് ശ്രീ വാസവൻ പറഞ്ഞത്. ചെങ്ങന്നൂരിലെ അവസ്ഥ ഇതാണ്. അവിടെയുള്ള മാണി ഗ്രൂപ്പുകാരിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് വിട്ട് മുന്നണി വിട്ട് അവരെ മാണി എന്ത് തീരുമാനമെടുത്താലും LDF പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ മാണിയെ ഈ പറയുന്ന തരത്തിൽ വീട്ടിൽ ഈ പറയുന്ന നോട്ടെണ്ണൽ മെഷീൻ ഉണ്ട് എന്നതടക്കം ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് സംശയത്തിൻ്റെ നിഴലിൽ CPM-ഉം LDF-ഉം നിർത്തിയപ്പോൾ അവർക്ക് നേരെ നേർക്കുനേർ നിന്ന് പോരാടിയവരാണ് ജനാധിപത്യ കേരള കോൺഗ്രസിലെ താങ്കളുടെ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ആളുകൾ. എവിടെ പോയി അപ്പോൾ മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ? നിങ്ങൾക്കൊപ്പമല്ല അവർ നിന്നത്. അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് അതല്ലല്ലോ. ഇതിനേക്കാൾ പ്രതിരോധത്തിലുള്ള ഘട്ടമായിരുന്നില്ലേ ഞങ്ങള് അന്നെടുത്തൊരു നിലപാടെന്ന് പറഞ്ഞത് അത് അറിയാലോ, അങ്ങേ അറിയാലോ. ഞാൻ അന്നെടുത്ത നിലപാടിൽ ബാർക്കോഴ വിഷയത്തിൽ ഞാൻ എടുത്ത നിലപാടിൽ പിന്നെ ഉറച്ചു നിന്ന ആളാണ്. കാരണം അന്ന് നിയമപരമായി നിലനിൽക്കാനുള്ള സ്റ്റാൻഡ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ട്. ഇവിടെ അല്ലല്ലോ ശ്രീ മാണി പറഞ്ഞത് എന്താ? 2016 ഓഗസ്റ്റ് മാസം ഈ മുന്നണി വിടുമ്പോൾ പറഞ്ഞ പ്രസക്തമായ 2-3 കാര്യങ്ങളുണ്ട്. അതിനിപ്പോൾ എന്ത് മറുപടി ശ്രീ മാണി പറയും? ജനങ്ങളോട് മറിച്ച് എന്താ പറയുക? അദ്ദേഹം പറഞ്ഞെന്താ? KM മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും ദുർബലപ്പെടുത്താനും കടന്നാക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനും കോൺഗ്രസ് ബോധപൂർവം ശ്രമിച്ചു. ബാർക്കോഴ കേസ് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയുടെ ഫലമാണ്. പരസ്പര സ്നേഹവും വിശ്വാസവും ഇല്ലാത്ത സമാധാനം നഷ്ടപ്പെട്ടൊരു മുന്നണിയാണ് UDF മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുന്നണിയിലേക്ക് ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചരൽക്കുന്നിൽ പ്രമേയം പാസാക്കി ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല അവസരം ചെങ്ങന്നൂർ കിട്ടിയപ്പോൾ അത് പ്രയോജനപ്പെടുത്തേണ്ട പാർട്ടി നേരെ തിരിച്ച് LDF-ലെ വാതിലുകൾ അടഞ്ഞു എന്നുള്ളത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ഒരുപക്ഷെ രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ ഭാഗമായി UDF-നെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിൻ്റെ നയത്തിൻ്റെ ഭാഗമായി പണ്ട് കരുണാകരനോട് സ്വീകരിച്ച അതേ സമീപനവും നയവും ഒക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ഒരുപക്ഷെ സ്വീകരിച്ചിരിക്കാം. അത് തന്നെയാണ് KM മാണിയോട് സ്വീകരിക്കുന്നതെന്ന് KM മാണിക്ക് ബോധ്യം വന്നു. ഞാനിപ്പോൾ അവർ ആ തീരുമാനമെടുത്തതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടും, അവരുടെ വനവാസത്തിന് പോകേണ്ടി വരും. അതുകൊണ്ട് അവർ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആന്റണി രാജു, ഇപ്പൊ അങ്ങ് കരുണാകരന്റെ കാര്യവും പറഞ്ഞു. അന്ന് CPI വളരെ തന്ത്രപരമായ ഒരു നിലപാടെടുത്തു. ആ പിന്തുണ ഉറപ്പാക്കി പന്നിനെ വിജയിപ്പിച്ചു. അതിനുശേഷമാണ് മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തടസ്സങ്ങൾ അവർ ഉന്നയിച്ചത്. ഇവിടെ അങ്ങനെയല്ല. സജി ചെറിയാനെ ചുണ്ടിനും കപ്പിനും ഇടയിൽ വിജയം എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് അതേ CPI മറ്റൊരു കളിയാണ് കളിച്ചത്. വേണോ, സജി ചെറിയാന്റെ വിജയം ചുണ്ടിനും കപ്പിനും ഇടയിലും അല്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയല്ലേ മാണിയെ? അങ്ങനെയാണെങ്കിൽ ചെന്നൈ ജയിക്കുന്നതിന് വേണ്ടി മാണിയുടെയും കൂടെ ആവശ്യമുണ്ട് എന്ന് ബോധ്യം വന്നിരുന്നെങ്കിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്തും മാണിയെ കൂടെ മുന്നണിയിൽ കൂട്ടിലായിരുന്നോ? ഇടതുപക്ഷ മുന്നണിക്കറിയാം, CPIക്ക് അറിയാം, CPM-ന് അറിയാം. അവിടെ മാണി കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും 2016 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ മുന്നണി ജയിച്ചത്. അല്ല, മാണി ഉണ്ടായിരുന്നപ്പോഴും അതിലെ അവസ്ഥ. UDF-ൽ എന്താ മാറ്റം? നേരത്തെ UDF അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയെങ്കിൽ ഈ മുന്നണിയുടെ അംഗബലം വെച്ചിട്ടാണ് എങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി തന്നെ അങ്ങ് തള്ളിക്കളയേണ്ടി വരും. കാരണം അംഗബലം വെച്ച് നോക്കുമ്പോൾ, കക്ഷികളുടെ അംഗബലം വെച്ച് നോക്കുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു LDF-ന്. അല്ല, ഞാൻ പറഞ്ഞ അതുകൊണ്ട് മാണി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെങ്ങന്നൂർ മാത്രം വിജയിച്ചോ ഇല്ലയോ എന്നതിലേക്കല്ല നാം പോകേണ്ടത്. ഒരു കക്ഷിയുടെ കെട്ടുറപ്പ് പ്രധാനമാണ്. ഒരു കക്ഷിയിലെ അസ്വാരസ്യങ്ങളും പ്രധാനമാണ്. താങ്കൾ പറഞ്ഞല്ലോ വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാകുമായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് ഒരു മുന്നണിയും. അതിലെ കെട്ടുറപ്പും പ്രധാനമാണ്, അതിലെ അസ്വാരസ്യങ്ങളും പ്രധാനമാണ്. അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും പ്രധാനമായി LDF-ൽ ഉണ്ടായിരിക്കുന്നത്. ഐക്യമാണ് UDF-ൽ കാണുന്നത്. അതാണ് 5 ദിവസം മാത്രം ഈ പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ ചെങ്ങന്നൂർ ഇന്ന് നൽകുന്ന ചിത്രം. ഞാൻ ഇടവേളയിലേക്ക് പോയതിനു ശേഷം മറ്റു വിഷയങ്ങളിലേക്ക് വരാം.